പ്രിയപ്പെട്ടവരെ, കുമ്പൾ ടോൾ പ്ലാസ അടച്ചുപൂട്ടിയതിൽ ക്രെഡിറ്റ് ആർക്കാണ് യഥാർത്ഥത്തിൽ? അവിടെ സമരം ചെയ്തവർക്കാണോ, അതല്ല തീരുമാനമെടുത്തവർക്കാണോ, തീരുമാനം ആദ്യം അറിയിച്ചവർക്കാണോ? എന്തായാലും ആ വിഷയത്തിലൊരു രാഷ്ട്രീയമായിട്ടുള്ള ക്ലെയിമുണ്ട്. സന്ദേശ സിനിമയാണ് ഇപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ML അശ്വിനിക്കും പരോക്ഷ മറുപടിയുമായി K സുരേന്ദ്രൻ രംഗത്തെത്തി. ഇത്രനാളും പരിഹരിക്കാത്ത പ്രശ്നം ഇപ്പോൾ എങ്ങനെ പരിഹരിച്ചുവെന്നാണ് സുരേന്ദ്രന്റെ ചോദ്യം. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസ്താവനയ്ക്കും സുരേന്ദ്രൻ പരോക്ഷ പിന്തുണ നൽകുന്നുണ്ട്. ടോൾ നിർത്തലാക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഒന്നും ചെയ്തിട്ടില്ലെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. വിഷയം മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണായുധമാക്കാനാണ് നീക്കം. VS രഞ്ജിത്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. സന്ദേശ സിനിമയിലേതുപോലെയാണ്, ഒരു ടോള് വന്നു, ആ ടോളിന് പിന്നാലെ രാഷ്ട്രീയ സമരങ്ങൾ ഉണ്ടാവുന്നു, ഒടുവിൽ ടോള് നിർത്തലാക്കാൻ തീരുമാനിക്കുന്നു, അതിന്റെ പിതൃത്വം ഏറ്റെടുത്ത് പല ആളുകളും രംഗത്ത് വരുന്നു. ടോള് ഇത്തവണ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന വിഷയമാകുമല്ലേ മഞ്ചേശ്വരത്ത്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഡോക്ടർ, നേതാക്കന്മാർക്ക് ഒരു ട്രോളാവാതിരുന്നാൽ മതി. കാരണം 3 പേരാണ് ഇപ്പോൾ അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഒന്ന് ആ സമരസമിതിയും രാജ്മോഹൻ ഉണ്ണിത്താനുമാണ്. മറ്റൊന്ന് K സുരേന്ദ്രനാണ്, BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, മഞ്ചേശ്വരത്ത് BJPയുടെ നിയുക്ത സ്ഥാനാർത്ഥിയുമാണ്. മൂന്നാമത്തത് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും അടങ്ങുന്ന ടീമാണ്. ഈ 3 ടീമിൽ ഇന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതികരണം വന്നിരിക്കുന്നത് K സുരേന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ്. ഈ അർദ്ധരാത്രിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് 2 പേർക്കുമുള്ള മറുപടിയുണ്ട്, സമരസമിതിക്കുള്ള മറുപടിയുണ്ട്, രാജീവ് ചന്ദ്രശേഖരും ML അശ്വിനിക്കുമുള്ള മറുപടിയുണ്ട്. അതിൽ പ്രധാനമായും സുരേന്ദ്രൻ ചോദിക്കുന്നത്, ഇത്രനാളും സമരം നടത്തി, ഇത്രനാളും പലരും ഇടപെട്ടു എന്ന് അവകാശം പറയുന്നു, പക്ഷെ തീരുമാനം വന്നത് ഇപ്പോഴാണല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ മഞ്ചേശ്വരത്ത് എത്തിയപ്പോഴാണല്ലോ എന്നുള്ളൊരു ധ്വനി അതിനകത്തുണ്ട്. ഏതായാലും സമരസമിതി ഇടപെട്ടിട്ടല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇടപെട്ടിട്ടല്ല ആ ഒരു തീരുമാനം ഉണ്ടായത് എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാണ്. മാത്രവുമല്ല, ഇപ്പോഴുണ്ടായ തീരുമാനം നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളത് കൂടി ആ പോസ്റ്റിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കാരണം ML അശ്വിനി പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ ഉപരിതല ഗതാഗത മന്ത്രിക്ക് കത്തയച്ചിട്ടൊക്കെയാണെന്നുള്ളതാണ്. അതൊന്നുമല്ല എന്ന മട്ടിലുള്ള ഒരു പോസ്റ്റാണ്. ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താനെ പിന്തുണച്ചുകൊണ്ട് ഉണ്ണിത്താൻ പറഞ്ഞത് സത്യസന്ധമാണ് എന്നുള്ളതാണ് K സുരേന്ദ്രന്റെ പോസ്റ്റിലെ ആദ്യത്തെ വരി. ഉണ്ണിത്താൻ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒന്നും ചെയ്തിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിക്ക് ഒരു കത്തയച്ചിട്ടുണ്ടെങ്കിൽ ആ കത്തെങ്കിലും ഒന്ന് പുറത്തു കാണിക്കൂ എന്നുള്ളതാണ് ഉണ്ണിത്താൻ ചോദിച്ചത്. അത് തന്നെയായിരിക്കണം K സുരേന്ദ്രൻ സത്യസന്ധമാണ് എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഓക്കെ, കൊള്ളാം. എന്തായാലും മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ ടോളൊരു ട്രോളാകാതിരുന്നാൽ മതി എന്നാണ് രഞ്ജിത്ത് പറഞ്ഞ പോലെ. താങ്ക് യു രഞ്ജിത്ത്.